Good afternoon. Afternoon. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളതേ, നിങ്ങളോട് ഇന്നലെ നിഷ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഞാൻ ലെസൺസ് 6 എണ്ണമല്ലേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ പഠിക്കാനായിട്ട്. 8 കേട്ടോ, 8 ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ടത് ഹെൽത്ത് കെയർ സിസ്റ്റം, അതുപോലെ തന്നെ ലാസ്റ്റ് വൺ വരുന്ന ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഞാൻ ഒന്നും കൂടി ചാപ്റ്റേഴ്സ് നിങ്ങളോട് പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേട്ടോ. ഒന്നുകൂടി ചാപ്റ്റേഴ്സ് പറയാം, അത് നോട്ട് ചെയ്യാനുള്ളവര് നോട്ട് ചെയ്തെടുക്കാം. അന്ന് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, അപ്പൊ 2 ചാപ്റ്റേഴ്സ് വിട്ടുപോയി. ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ. ഒന്നാമത്തെ ചാപ്റ്റർ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ, രണ്ടാമത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റല്, മൂന്നാമത്തത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി, നാലാമത്തത് ഹോസ്പിറ്റൽ വാർഡ്, അഞ്ചാമത്തത് ഡിസ്ചാർജ് പ്രോസസ്സ്, ആറാമത്തത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, ഏഴാമത്തത് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, എട്ടാമത്തത് ഓപ്പറേഷൻ തിയേറ്റർ. അങ്ങനെ 8 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിനായിട്ട് എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, നോട്ട് ചെയ്തിട്ടുണ്ടോ? ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ ആണ്. മൂന്നാമത്തെ ചാപ്റ്ററിലെ ഹെൽത്ത് കെയർ സിസ്റ്റം അത്. പിന്നെ നാലാമത്തേതായിട്ടുള്ളത്, അതായത് നാലാമത്തെന്ന് പറയുന്നത് നാലാമത്തെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ. ആദ്യത്തേത് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ, പിന്നത്തേത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റല്, പിന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി, ഹോസ്പിറ്റൽ വാർഡ്, ഡിസ്ചാർജ് പ്രോസസ്സ്, പിന്നെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, പിന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ. അങ്ങനെ 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഓപ്പറേഷൻ തിയേറ്ററില് OR എൻവയോൺമെന്റിൽ ആ ഒരു ഹെഡിങ് നോക്കിയിട്ടില്ലേ നിങ്ങൾ? അതിനകത്ത് എന്താ? ഓൾ പേഴ്സണൽ ഷുഡ് വിയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയ്മഡ് സ്ക്രബ്സ് ആസ് വെൽ ആസ് ഷൂ കവേഴ്സ്, മാസ്ക്, ക്യാപ്സ്, ഐ ഷീൽഡ് ആൻഡ് അതർ കവറിങ്സ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജേംസ്. അതൊന്ന് പോയിന്റ് ചെയ്ത് വെക്കാം കേട്ടോ. എന്തൊക്കെ, അതായത് എന്തൊക്കെ ഉപകരണങ്ങൾ, എന്തൊക്കെ സാധനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ, എന്തൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓൾ പേഴ്സണൽ ഷുഡ് വിയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയ്മഡ് സ്ക്രബ്സ് ആസ് വെൽ ആസ് ഷൂ കവേഴ്സ്, മാസ്ക്, ക്യാപ്സ്, ഐ ഷീൽഡ് ആൻഡ് അതർ കവറിങ്സ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജേംസ്. അതുപോലെ തന്നെ ഈ സോണുകൾ കണ്ടോ? Therefore, the bool OT suit is designed on the concept of 4 zones. അത് പഠിച്ചു വെക്കുക കേട്ടോ. സോണുകൾ പഠിച്ചു വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നോക്കിയേ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നിങ്ങൾ ചെയ്ത മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നോട്ട് ചെയ്തിട്ടുണ്ടോ? എഴുതി എടുത്തിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നില്ലേ? ഞങ്ങൾ ഇവിടുന്ന് തരുന്ന ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ലേ? അതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടോ? നോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഞാനതിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു പറയാൻ പറ്റുമോ? ബുക്ക് നോക്കാതെ പറയാൻ പറ്റും? ഓക്കെ, നോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നോട്ട് ചെയ്തവരാണെങ്കിൽ എഴുതിയെടുക്കണം എന്നില്ല, ശ്രദ്ധിച്ചിരുന്നാൽ മതി, ആൻസേഴ്സ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പോ ഫസ്റ്റ് വൺ വരുന്നത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രൊട്ടക്റ്റീവ് സോൺ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രൊട്ടക്റ്റീവ് സോൺ? ഓപ്ഷൻ എ ചേഞ്ചിങ് റൂം, ഓപ്ഷൻ ബി റിക്കവറി റൂം, ഓപ്ഷൻ സി സ്റ്റോർസ് റെക്കോർഡ്സ്, ഓപ്ഷൻ ഡി പ്രീ അനസ്തേഷ്യ. ഒന്നും കൂടി പറയാം.
Which of the following does not includes in protective zone? A. Changing room. B. Recovery room. C. Stores records. D. Pre-anesthesia. ഏതാ വരുന്നേ? റിക്കവറി Recovery room. Okay. Recovery room. Okay. ഇനി TSSU stands for. TSSU stands for. അതൊന്ന് കാണാതെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണെന്ന്? TSSU. തിയേറ്റർ Theater. Theater. സ്റ്റെറിലൈസ് Theater Sterile Supply Unit. TSSU. തിയേറ്റർ അറിയാത്തവര് നോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ആണ് TSSU കേട്ടോ. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. How many types of OT suite? How many types of OT suite? എത്രയാ? ഓപ്ഷൻ ഇല്ലാതെ പറയാൻ പറ്റുമോ? How many types of OT suite? OT suite എത്ര തരത്തിലുണ്ടെന്നാണ് പറയുന്നത്? 4 ടൈപ്പ് കേട്ടോ. 4 ടൈപ്പ്, 4 തരത്തിലാണ് കേട്ടോ. 4 ടൈപ്സ് ആണ് ഉള്ളത്. ഓക്കെ. ഇനി എ ഡയാതെർമി മെഷീൻ കൺട്രോൾസ് ഡാഷ്. ഡയാതെർമി ഓപ്ഷൻ ഞാൻ പറയാം. എ ഡയാതെർമി മെഷീൻ കൺട്രോൾസ് ഡാഷ്. ബ്ലീഡിംഗ്, പെയിൻ, ബ്രീത്തിങ് ഇഷ്യൂസ്, നൺ ഓഫ് ദ എബോവ്. ബ്ലീഡിംഗ്. വെരി ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിസ്പോസൽ കോറിഡോർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് സോൺ? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ ആസ്പെറ്റിക് സോൺ, ഡിസ്പോസൽ സോൺ. ഡിസ്പോസൽ കോറിഡോർ. Disposal corridor. Next question ശ്രദ്ധിച്ചോളൂ കേട്ടോ. Dash is a place where certain intrusive surgical procedures. Dash is a place where certain intrusive surgical procedures. Option A, outpatient department. Or option B, operation theater. Option C, emergency room. Option D, none of the above. ഏതാ വരുന്നേ? ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ. Who is performed by the operation? ഓപ്ഷൻ വേണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ പറയാലോ. Who is performed by the operation? സർജൻ. Okay, surgeon. Surgical clothes must be worn only in dash area. Surgical clothes must be worn only in dash area. Decontamination area, surgical area, clinical area, none of the above. സർജിക്കൽ ഏരിയ. Surgical area, surgical area. Okay. ഇത് ICU എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതിന് കേട്ടോ. Which of the following is does not include the auxiliary personnel? ഒന്നും കൂടി ചോദ്യം പറയാം. Which of the following is does not included the auxiliary personnel? Option A, ICU technicians. Option B, ward boys. Option C, sweepers. Option D, none of the above. None of the above. Auxiliary personnel ഉൾപ്പെടാത്തത് ആരാണെന്നാണ് ചോദിച്ചേക്കണത് അല്ലേ? ഓക്കെ, none of the above ആണ്. ഇനി the routine ICU rounds shall be held in morning at dash. The routine ICU rounds 9 to 11. 9 to 11. 9 to 11. Who is responsible for purchasing and servicing of ICU equipment? Who is responsible for purchasing and servicing of ICU equipment? ഒന്ന് ഓർത്തെടുത്ത് പറഞ്ഞു നോക്കി, ആരായിരിക്കും ICUയിലെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? സെക്രട്ടറി ആണോ? ആർക്കാണുള്ളത്?
ICU secretary. ഇൻചാർജ് ഓഫ് ICU, വാർഡ് ബോയ്, രജിസ്ട്രാർ, none of the above. In charge of In charge of ICU. Okay. The duty of keeping patients' record while in ICU and preparing summaries is dash. The duty of keeping patients' records while in ICU and preparing summaries dash. Senior resident, junior resident, unit secretary, all of the above. Junior resident. ജൂനിയർ റെസിഡന്റ് ICUലായിരിക്കുമ്പോൾ പേഷ്യന്റ് റെക്കോർഡ്സും ഫയലൊക്കെ കീപ്പ് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടി ആണെന്ന് ചോദിച്ചാല് ജൂനിയർ റെസിഡന്റിന്റെ ഡ്യൂട്ടിയാണ്. Next question. Who is the first person with whom family members and visitors meet when coming to the ICU? ഒന്നും കൂടി പറയാം ചോദ്യം. Who is the first person with whom family members and visitors meet when coming to the ICU? Option A, ICU secretary. Option B, senior resident. Option C, junior resident. Option D, head nurse. ICU secretary. Okay, ICU secretary. SICU means that. SICU. SICU. Surgical. Okay. അപ്പൊ GICU എന്താണ്? GICU. Geriatric intensive care. NICU ആണെങ്കിലോ? NICU. Neonatal intensive care. Okay. മിസ് അതിനകത്ത് CTVS എന്നല്ലേ കാർഡിയോ വാസ്കുലർ അതിന് അബ്രിവേഷൻ തെറ്റുണ്ടോ? വരുന്നുണ്ട് CTVS. മിസ് എന്താണ്? കോമൺ ടൈപ്പ് ഓഫ് ICU ഇല്ലേ? അതിനകത്ത് കാർഡിയോ വാസ്കുലർ എന്നുള്ളതിന്റെ അതിന്റെ അബ്രിവേഷൻ CVTS എന്നുള്ളതാണല്ലോ കൊടുത്തേക്കുന്നത്. CT അങ്ങനല്ലേ വരണ്ടേ? CT ഓപ്ഷനിലാണോ കൊടുത്തിരുന്നേ? അല്ല, ഓപ്ഷനിലല്ല, ഞാൻ പ്രിന്റിൽ നോക്കിയതാ. അതെ, നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. മിസ് ആ പേജ് ഒന്ന് വലിച്ച കാണാം. ഇതിനകത്താണോ ഓപ്പറേഷൻ? അതെ 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 അതെ. ഇതില്ലേ കോമൺ ടൈപ്പ് ഓഫ് ICU? കോമൺ ടൈപ്പ് ഓഫ് ICU അല്ലേ? ICUന്റെ ചാപ്റ്ററിലാണോ? ആ അതെ. CTVS അല്ലേ? CTVS അല്ലേ? അതിനകത്ത് CTVS ഇന്റൻസീവ് ICUല് പിന്നെ CVTS എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. CVTS എന്ന് എഴുതിയിട്ടുണ്ടല്ലേ? CTVS തന്നെ ആയിരിക്കുമല്ലോ അല്ലെ? അത് അത് പ്രിന്റ് എന്തെങ്കിലും അതല്ല, അതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കുള്ളൂ. മിസ് പറഞ്ഞോ, നോക്കാം നമുക്ക്. ഞാന് ഫുൾ ഫോം പറഞ്ഞ എന്തായിരുന്നു? കാർഡിയോവാസ്കുലർ തൊറാസിസ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. കാർഡിയോ തൊറാസിസ് വാസ്കുലർ സർജറി എന്നല്ലേ? കാർഡിയോ തൊറാസിസ് CTVS കേട്ടോ. കാർഡിയോ തൊറാസിസ് വാസ്കുലർ സർജറി, അതായത് ശ്വാസകോശം, പ്ലൂറ എന്നീ അവയവങ്ങളെ ഓപ്പൺ ആയിട്ട് തുറന്ന് ശസ്ത്രക്രിയ ചെയ്യുന്ന രീതിയാണ് കാർഡിയോ തൊറാസിസ് വാസ്കുലർ സർജറി. ഓക്കെ, CTVS എന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ. അതുപോലെ RN വിത്ത് ട്രെയിൻഡ് EMT ട്രയേജ് സെക്ഷൻ. RN വിത്ത് ട്രെയിൻഡ് EMT. ഈ RN എന്നുള്ളതിന്റെ ഫുൾ എന്താ? രജിസ്ട്രേഡ് നഴ്സ്, RN കേട്ടോ. രജിസ്ട്രേഡ് നഴ്സ്. അതുപോലെ തന്നെ EMT അല്ലേ? EMT അല്ലേ ഉദ്ദേശിച്ചേ? അത് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്നാണോ ഞാൻ പറഞ്ഞു തന്നെ? പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആണ്. രണ്ടുപേരും ആ ഒരു ട്രയാജ് സംവിധാനത്തിലാണോ അത് പറഞ്ഞു തന്നിരുന്നേ? അതായത് ആ ഒരു ഇതില് പരിശീലനം ലഭിച്ച ആൾക്കാരായി രജിസ്റ്റേർഡ് നഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനും ആ ഒരു സംവിധാനത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ.
ആ ഒന്ന് എഴുതിയെടുത്തോ, നോട്ട് ചെയ്തോളൂ. നോട്ട് ചെയ്യാത്തവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്റെ ഭാഗത്തുനിന്ന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും? എന്തോ? എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും മിസ്സിന്റെ ഭാഗത്തുനിന്ന്? എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഞാൻ പറയില്ല. നമ്പറാ? പറയില്ല. പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിഷ മിസ് പറഞ്ഞു 10-12 അല്ലെങ്കിൽ 15 അടുത്ത് ഉണ്ടാവും. എന്റെന്നായിരിക്കും കൂടുതൽ ഉണ്ടാവുക. എനിക്കാണ് കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ളത് അല്ലേ? 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ എന്റേതാണ് കൂടുതൽ ഉണ്ടാവുക. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റഡി ലീവ് അല്ലേ ഇനി നിങ്ങൾക്ക്? സ്റ്റഡി ലീവ് ഉണ്ടാവില്ലേ? എല്ലാവർക്കും പനിയോ? പനിയാണോ? എല്ലാവർക്കും പനിയാണോ? കൂട്ടത്തോടെ പനി? നമുക്ക് പനി. അതെ അതെ, അത് കുഴപ്പമില്ല, പനിയൊക്കെ മാറിക്കോളും. ഭയങ്കര പനിയാണ്. ഞാൻ ഏതാ ക്വസ്റ്റ്യൻ പറഞ്ഞു? Who among the following is not cared in the ICU? Who among the following is not cared in the ICU? Severe burns, major trauma, organ transplant, mild headache. മൈൽഡ് ഹെഡേക്ക്. ഓക്കെ, അതൊക്കെ അറിയാം, കുഴപ്പമില്ല. Shift duty of senior and junior staffs are dash. Shift duty of senior and junior staffs are dash. 24 hours. Okay. The nurses patient ratio of an ICU is 1:1 or 1:2. Okay, 1:1 or 1:2. The senior resident of ICU is also known as രജിസ്റ്റർ. registrar. The normal volume of oxygen saturation. This is important question. The normal volume of oxygen saturation. 72 ആണോ? ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു എന്താ പറയാ, ഔട്ട് ഓഫ് സിലബസിൽ ഞാനിത് പുറത്തുനിന്ന് ഇട്ട് തന്ന ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ ഇത് സ്ലൈഡിൽ ഇല്ലല്ലോ, ഇത്ര പെർസെന്റേജ് ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. പക്ഷെ ഇത് ഈ എക്സാമിന് 95 ആണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. പറയോ? The normal volume of oxygen saturation. The normal volume of oxygen saturation. Okay. 95% കേട്ടോ. 95%. Next, the volume of inhaled air is dash. The volume of inhaled air is dash. എന്താ പറയുന്നേ ഇൻഹേൽഡ് എയറിനെ? ഒരു പേര് പറയാലോ. ഇൻഹേൽഡ് ടൈഡൽ വോളിയം കേട്ടോ. ടൈഡൽ വോളിയം കേട്ടോ. അതിനെ പറയുന്ന പേരാണ് ടൈഡൽ വോളിയം. വോളിയം ഓഫ് ഇൻഹേൽഡ് എയർ ഈസ് ഡാഷ് ടൈഡൽ വോളിയം. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങള് ടിക്കിട്ട് പോകാം കേട്ടോ. എടുത്ത് പറയുന്ന കാര്യങ്ങള് ടിക്കിട്ട് പോവാ. റെഡ് കളർ കൊണ്ടോ അല്ലെങ്കിൽ പെൻസിൽ കൊണ്ടോ എന്തെങ്കിലും ടിക്കിട്ട് പോവുക. The full form of ECG. The full form of ECG ട്ടോ. എന്താണ് ഇസിജിയുടെ ഫുൾ ഫോം? ഇലക്ട്രോകാർഡിയോഗ്രാം. IABP stands for IABP എന്താ? IABP ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും?
ഇൻട്രായോട്ടിക് ബലൂൺ പമ്പ്. ഇൻട്രാ എറോട്ടിക് ബലൂൺ പമ്പ് കേട്ടോ. ഇൻട്രാ എറോട്ടിക് ബലൂൺ പമ്പ് ശ്രദ്ധിച്ചിരിക്കാട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇൻട്രാ എറോട്ടിക് ബലൂൺ പമ്പ്. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ സിറ്റുവേഷൻ വെൻ ബ്ലഡ് കനോട്ട് ബി പമ്പഡ്. ദ സിറ്റുവേഷൻ വെൻ ബ്ലഡ് കനോട്ട് ബി പമ്പഡ്. GCS, കാർഡിയാക് ടാമ്പനേറ്റ്, കാർഡിയോജനിസ് ഷോക്ക്, നൺ ഓഫ് ദി എബോവ്. എന്താ വരുന്നേ? കേട്ടില്ല. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. ഞാൻ പറയാം. ദ സിറ്റുവേഷൻ വെൻ ബ്ലഡ് കനോട്ട് ബി പമ്പഡ്. കാർഡിയോജനിക് ഷോക്ക്. അതെ, കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കാർഡിയോജനിക് ഷോക്ക് കേട്ടോ. കിട്ടിയില്ല എല്ലാവർക്കും? പറയണോ? മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ അല്ലേ മിസ് പറയുന്നത്? എന്താ? മോക്ക് ടെസ്റ്റില് മിസ് തന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ പറയുന്നത്. മോക്ക് ടെസ്റ്റിലെ തന്നെയാണ്. മോക്ക് ടെസ്റ്റിലാണ്. ഒന്നും കൂടി റിവൈസ് ചെയ്യിപ്പിക്കുന്നതാണ് നിങ്ങളെ കേട്ടോ. എഴുതാത്തവരുണ്ടെങ്കിൽ മാത്രം എഴുതിയെടുത്താൽ മതി. എഴുതിയ നോട്ടുകൾ ഉള്ളവരാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് വായിക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ടിക്ക് ചെയ്ത് പോകുക. Next question. Internal bleeding is caused by dash injury. Internal bleeding is caused by dash injury. Option A is chest injury. Option B crash injury. Option C multi-system injury. Option D none of the above. Crash injury. Crash injury അല്ലേ? Crash injury. Crash injury കേട്ടോ. The protected layer of heart is dash. The protected layer of heart. എന്താ? Pleura. Pericardium. Pericardium. Protected layer of heart. ഇപ്പൊ ബ്രെയിൻ ആണെങ്കിലോ? ബ്രെയിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ എന്താ? തലച്ചോറിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ലെയർ എന്താ? മെനിഞ്ചസ് ആണ് തലച്ചോറിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് മെനിഞ്ചസ് ആണ്. തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ് കേട്ടോ. മെനിഞ്ചസ് വേറെ, മെനിഞ്ചൈറ്റിസ് വേറെ. അതൊന്ന് നോട്ട് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ മെനിഞ്ചസ് എന്ന് പറഞ്ഞാല് തലച്ചോറിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു ആവരണം അല്ലെങ്കിൽ എന്താണ്, ഒരു സ്ഥലമാണ് എന്ത് മെനിഞ്ചസ്. എന്നാൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അസുഖത്തിന്റെ പേരാണ് എന്ത്? മെനിഞ്ചൈറ്റിസ്. ഓക്കെ. മെനിഞ്ചൈറ്റിസ് അല്ലേ? മെനിഞ്ചൈറ്റിസ്. നിങ്ങൾക്ക് ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടേ അസുഖങ്ങളൊക്കെ ആരെങ്കിലും എടുത്തു തന്നിട്ടുണ്ടോ? ഏതെങ്കിലും മിസ്സുമാര്? ഇല്ല. ഞാനത് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സിൽ, അതായത് ഇനിയുള്ള ഒരു ക്ലാസ്സിൽ ഞാനത് എടുത്തുതരാം കേട്ടോ. കുഴപ്പമില്ലല്ലോ? എടുത്തു തരുന്നുണ്ട്? ഇല്ല. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള്, അതായത് ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലം, അതുപോലെ അസുഖങ്ങൾ, ചില അവയവത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞുതരാം. Which treatment is given to acute coronary syndrome? Acute coronary syndrome-ത്തിന് നൽകുന്ന ട്രീറ്റ്മെന്റ് എന്താണ്? റീവാസ്കുലറൈസേഷൻ ആണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രത്തിന് നൽകുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. വിച്ച് ട്രീറ്റ്മെന്റ് ഈസ് ഗിവൺ ടു അക്യൂട്ട് കൊറോണറി സിൻഡ്രം? ഇറ്റ് ഈസ് റീവാസ്കുലറൈസേഷൻ. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. The pressure causes when fluid or blood fills space between heart and pericardium. The pressure causes when fluid or blood fills space between heart and pericardium. എന്താ വരിക?
cardiac tamponade. കാർഡിയാക് ടാംപനേഡ്. കാർഡിയാക് ടാംപനേഡ് ആണ് കേട്ടോ. സ്പേസിൽ എന്താണ് നമ്മുടെ ഹൃദയത്തിനും അല്ലെങ്കിൽ പെരികാർഡിയത്തിനും ഇടയ്ക്കുള്ള സ്പേസിൽ എന്ത് വന്ന ഫ്ലൂയിഡ് വന്നെന്ന് അറിയുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് കാർഡിയാക് ടാംപനേഡ്. നോട്ട് ചെയ്ത് വെക്കുക. Which of the following does not come under the ground transport? Ground transport. Ambulance, MICU, helicopter, none of the above. Helicopter. Helicopter. Okay. What is GCS stands for? What is GCS? Glasgow Coma Scale. Glasgow Coma Scale. Dash tube is placed in order to prevent aspiration of gastric contents. Dash tube is placed in order to prevent aspiration of gastric contents. nasogastric tube. നാസോഗ്രാസ്റ്റിക് ട്യൂബ് ആണ് അല്ലെ. നാസോഗ്രാസ്റ്റിക് ട്യൂബ് ആണ് എന്ത് ചെയ്യുന്നത്? ആസ്പിറേഷൻ ഓഫ് ഗ്യാസ്ട്രിക് കണ്ടൻസിനെ അല്ലെ റിമൂവ് ചെയ്യാനായിട്ട്. Which instrument is used to remove pneumothorax? Chest drain. ചെസ്റ്റ് ഡ്രെയിൻ കേട്ടോ. ന്യൂമോതൊറാക്സ് കേട്ടോ. അതിന് റിമൂവ് ചെയ്യാനായിട്ട് ചെസ്റ്റ് ഡ്രെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. What indicates C in pre-transfer stabilization? What indicates Circulation. Circulation. ETT is the abbreviation of Endotracheal tube. endotracheal tube. Tube. Okay. What is external transfer means? External transfer. Transferring a patient in a specialized hospital നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാ പറയുന്നത്? ട്രാൻസ്ഫർ ഫ്രം വൺ ഹോസ്പിറ്റൽ ടു another ഹോസ്പിറ്റൽ. ട്രാൻസ്ഫർ ഫ്രം എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ. ഇന്റേണൽ ആണെങ്കിലോ ഇന്റേണൽ ട്രാൻസ്ഫർ എന്താ വരുന്നത്? അപ്പോ inside the hospital. One department to another department. Same hospital. Transfer from one unit to another unit in a hospital. Okay. Who provides declaration of transfer of patients? ആരാ ഡിക്ലറേഷൻ കൊടുക്കുന്നേ? ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യന്റിന്റെ കുറിച്ചിട്ട് ഡിക്ലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഹു പ്രൊവൈഡ്സ് ഡിക്ലറേഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്? നഴ്സ്, ഡോക്ടർ, വാർഡ് സിസ്റ്റർ, ഓൾ ഓഫ് ദ എബോവ്. ഡിക്ലറേഷൻ ഡോക്ടറാണ് കേട്ടോ. ഡോക്ടറാണ് ഡിക്ലറേഷൻ കൊടുക്കുന്നത്. Which of the following is the patient can perform at least 50% of the activity? Dash. Minimal assistance, standby assistance, moderate assistance, maximum assistance. Standby. Minimal. Moderate assistance. Moderate assistance ആണ് ട്ടോ. Moderate assistance ആണ് 50%.
Discharge summary is also known as secondary mode of communication, none of the above, primary mode of communication, tertiary mode of communication. Discharge summary is also known as dash. ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ? പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് കേട്ടോ. Who is prepared by clinical report? Patient, receptionist, health professional, none of the above. Health professional. Health professional. Health professional. Okay. A discharge summary is a dash. Medical record, clinical report, medication report. Clinical report. Clinical report ആണ് റെക്കോർഡ് അല്ല കേട്ടോ. A discharge summary is a clinical report, not record. Clinical report ആണ്, clinical record അല്ല, മാറിപ്പോകരുത്. CMO means CMO യുടെ full form എന്താ? CMO. Casualty medical officer. Casualty medical officer. Okay. Abscond is also known as abscond. Abscond. discharge തന്നെയാണ്. ഡിസ്ചാർജ് Discharge. എന്ന് പറഞ്ഞാൽ ഒളിച്ചോടി പോകൂല ഹോസ്പിറ്റലിൽ നിന്ന്, അതാണ്, അതൊരു ഡിസ്ചാർജ് തന്നെയാണ് കേട്ടോ. ഡിസ്ചാർജ് ഇത് ഭാവിയിൽ എന്താവാം, മെഡിക്കോ ലീഗൽ കേസ് ആകാം കേട്ടോ. ഇങ്ങനെ പോകുന്നത് മെഡിക്കോ ലീഗൽ കേസ് ആകാം എന്ന് പറയുന്നുണ്ട്. ഒരു ക്ലോസ് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അബ്സ്കൗണ്ടില് ചോദിക്കണം എന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. DAOR means that. DAOR. discharge at own risk. Discharge at own risk. Which of the following does not included in AMA form contains? Which of the following does not included in AMA form contains? Date, time, relation, place. 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 Okay. Discharge is also known as dash. Arrival, departure, admitted, treated. departure. But departure ട്ടോ important ആണ്. Routine discharge means dash. Abnormal discharge, normal discharge, non-advised discharge, all of the above. Routine discharge. Normal discharge. Who monitoring the patient's rights and responsibilities? Who monitoring the patient's rights and responsibilities? Nurse, doctor, PRO, all of the above. PRO. PRO. കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഒരാൾ മാത്രമാണോ പറയുന്നേ? പറയുന്നുണ്ടല്ലോ എല്ലാരും. എല്ലാരും പറയുന്നുണ്ടല്ലേ? ആ, ചോദിച്ചതാണ് കിട്ടുന്നുണ്ടോ. Who gives emotional backup to the patients? Floor manager, ward secretary, PRO, none of the above. PRO. Floor manager. PRO. Which among the following responsibilities are included in PRO? ഒന്നും കൂടി പറയാം. Which among the following responsibilities are included in PRO? Professional range of responsibilities, expensive range of responsibilities,
Large type of responsibilities, none of the above. Expensive range of Expensive range of responsibilities. Okay. കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. The full form of MRD means. MRD. ഒന്ന് മെഡിക്കൽ കാണാതെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് MRD. ഓക്കെ. Who is worked as an intermediator in between the healthcare providers and the patients? ഒന്ന് പറഞ്ഞു നോക്കി ഓപ്ഷൻ അല്ലാതെ. Who is worked as an intermediator? Intermediator ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? അല്ലേ? സ്പെഷ്യൽ റിലേഷൻ ഓഫീസർ ആണ്, അഥവാ PRO ആണ് ഇന്റർമീഡിയറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആർക്കിടയിൽ നിന്നുകൊണ്ട്? ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. പേഷ്യന്റിന്റെയും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് PRO ഇന്റർമീഡിയറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് PRO ആണ്. Who is recording placing doctors visit? PRO, floor manager, ward secretary, registered nurse. Registered nurse. Who is recording placing doctors visit? വാർഡ് സെക്രട്ടറി. വാർഡ് സെക്രട്ടറി. ഡോക്ടർമാരുടെ വിസിറ്റ് രേഖപ്പെടുത്തുന്നത് ആരാണെന്ന് ചോദിച്ചാല് അതെന്താണ്? റെക്കോർഡ് ചെയ്യുന്നതും പ്ലേസ് ചെയ്യുന്നതൊക്കെ ആരാണ്? അത് വാർഡ് സെക്രട്ടറി ആണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. RN അല്ല, PRO അല്ല, ഫ്ലോർ മാനേജർ അല്ല. ഫ്ലോർ മാനേജർ ഒക്കെ അല്ല, PRO ഒക്കെ ഇവിടെ കിടക്കുകയാണ്. അവരൊന്നും ഡോക്ടർമാരുടെ ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടോ? സമയവും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അവര് വരുമ്പോ അവരാദ്യം വരുന്നത് വാർഡിലേക്കാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പോകുന്നത് ആ ഒരു എന്താ പറയാ ഒരു റൂമിൽ, നഴ്സിംഗ് റൂമിലേക്കാണ്. അപ്പൊ അത് ആദ്യം പോയിന്റ് ചെയ്യുന്നത് വാർഡ് സെക്രട്ടറിയാണ് അവിടുത്തെ കേട്ടോ. Which of the following does not included in HR policies? HR പോളിസീസിൽ ഉൾപ്പെടാത്തത് എന്തൊക്കെയാണ്? ഡ്രസ്സിങ്, വെക്കേഷൻ ഡേയ്സ്, ഷിഫ്റ്റ് പോളിസീസ്, നൺ ഓഫ് ദ എബോവ്. HR പോളിസീസിൽ ഇൻക്ലൂഡ് അല്ലാത്ത എന്തൊക്കെയാണെന്നാണ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ HR പോളിസീസ്? ഡ്രസ്സിങ്, വെക്കേഷൻ ഡേയ്സ്, ഷിഫ്റ്റ് പോളിസീസ്, നൺ ഓഫ് ദ എബോവ്. ഏതാണ്? നൺ ഓഫ് ദ എബോവ്. നൺ ഓഫ് ദ എബോവ്. അപ്പൊ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? അപ്പോ ഡ്രസ്സിങ്, വെക്കേഷൻ ഡേയ്സ്, ഷിഫ്റ്റ് പോളിസീസ് ഒക്കെ എന്താണ്? HR പോളിസിയിൽ വരുന്നതാണ്. Doctors rounds is a part of dash. HR policies, IT policies, ward routine, all of the above. Ward routine. Okay. The operation of nursing station is smoothly carried forward by dash. The operation of nursing station is smoothly carried forward by receptionist, ward secretary, manager, all of the above. Ward secretary. Ward secretary. Ward secretary. The time of ward routine starts midday, early morning, evening. early morning. Which of the following does not included in the field of oncology? Medical oncology, radiation oncology, surgical oncology, none of the above. None of the above. None of the above. ഓങ്കോളജിയുടെ ഫീൽഡ് അല്ലെങ്കിൽ ഓങ്കോളജിയുടെ അണ്ടറിൽ വരുന്നതാണ്. മെഡിക്കൽ ഓങ്കോളജി വരുന്നുണ്ട്, റേഡിയേഷൻ ഓങ്കോളജി വരുന്നുണ്ട്, സർജിക്കൽ ഓങ്കോളജി വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ പോയിന്റ്. Premature birth babies are treated in which area? NICU. Polycystic ovary syndrome is related to Gynecology.
An oncologist may also be called as a Cancer oncologist. specialist. Cancer specialist. In general, what patient nurses ratio is? General 5:1. 5:1. Okay. Dash handles severe, potentially life-threatening cases. ICU, HDU, PACU, all of the above. Dash handles. Okay. ICU. Which of the following an intensive care unit for patients with suspected or diagnosed contagious diseases? Which of the following an intensive care unit for patients with suspected or diagnosed contagious diseases? ഏതാണ് ഏതാ വരിക ഓപ്ഷൻ ഇല്ലാതെ ആലോചിച്ച് നോക്കിയേ അതെ അതെ ഐസൊലേഷൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ ഐസൊലേഷൻ അല്ലെ ഐസൊലേഷൻ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് അങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങളൊക്കെ ബാധിച്ചവരെ അതായത് പടരുന്ന രോഗങ്ങളൊക്കെ ബാധിച്ചവരെ കിടത്തുന്നത് Oncology is the study of Cancer. Okay. In triage, priority 2 includes dash. Priority 2, red, yellow, black, green. Yellow. Okay. Decontamination area is related to dash. Severe head injury, stroke, chemical explosion, chest pain. Chemical explosion. Chemical explosion ആണ് കേട്ടോ decontamination area, chemical explosion. Which of the following does not come under MLC? Which of the following does not come under MLC? Rape, trauma, cardiac arrest, poisoning. Cardiac arrest. Cardiac arrest. Okay, cardiac arrest. Emergency department open dash hours a day. 24 hours. 24 hours. 4 hours. Okay. Which of the following is an example of yellow category? Infection, stroke, headache, cardiac arrest. Stroke. Stroke ആണ് കേട്ടോ. Zama means dash. Zama. Signing against Signing against medical advice. Okay. Which of the following is including in green category? Immediate care, wait, observation, none of the above. Observation. ആണോ? Green category. 30 minutes. 30 minutes. Wait. Wait. വെയിറ്റ് ചെയ്യാൻ കേട്ടോ നോട്ട് ചെയ്തോളൂ കേട്ടോ അതൊക്കെ
അപ്പൊ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ പഠിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? 2 ചാപ്റ്ററും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം 8 ചാപ്റ്റർ ഉണ്ട് കേട്ടോ. ഞാനത് കാര്യമായിട്ടാണ് പറഞ്ഞത്. ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ പഠിക്കണം. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഉണ്ട്, അതുപോലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി, പിന്നെ എന്താണ് ഹോസ്പിറ്റൽ വാർഡ്. നോട്ട് ചെയ്യാത്തവരുണ്ടോ? ഒന്നുകൂടി പറയണോ? അപ്പോ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെയാണ്. ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെയാണ്. ക്ലാസിഫിക്കേഷൻ ഹോസ്പിറ്റലും ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഉണ്ട്, പിന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഉണ്ട്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി, ഹോസ്പിറ്റൽ വാർഡ്, പിന്നെ ഡിസ്ചാർജ് പ്രോസസ്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. കേട്ടില്ല? അപ്പോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. 8 ചാപ്റ്റേഴ്സ് ഉണ്ട് ഞാൻ എടുത്ത. 9 എണ്ണായില്ലേ അപ്പൊ? ഇല്ലല്ലോ, 8 എണ്ണല്ലേ? ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി, ഹോസ്പിറ്റൽ വാർഡ്, ഡിസ്ചാർജ് പ്രോസസ്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ. 8 എണ്ണം ഉണ്ട് കേട്ടോ. 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ എന്താ പറയാ, നന്നായിട്ട് പഠിക്കാം. പിന്നെ ഞാന് പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. അങ്ങനെയല്ല, അതായത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്കിപ്പോ യൂഷ്വലി അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പൊ ട്രയാജ് സംവിധാനം പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെന്താണ്, അങ്ങനെ ചിലത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാകും സ്ലൈഡിൽ ഇല്ലാത്തത്. പിന്നെ സ്ലൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ഈസി വേയിൽ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, നിങ്ങളോട് ചോദിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 8 ചാപ്റ്റേഴ്സും നന്നായിട്ട് വായിക്കാം. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞാനിപ്പോ ചോദിച്ചിട്ടായാലും നിങ്ങളിപ്പോ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ആർക്കെങ്കിലും കിട്ടാതിരുന്നോ? അത് പറയാം ആദ്യം. കിട്ടാതിരുന്നിട്ടുണ്ടോ ആർക്കെങ്കിലും? ചിലതൊക്കെ തെറ്റായിട്ടുണ്ട്. ചിലതൊക്കെ തെറ്റായിട്ടുണ്ട് അല്ലെ? ഒരു കാര്യം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ ചോദിക്കുമ്പോഴാണ് ആകെ അത് വരുന്നല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് മോക്ക് ടെസ്റ്റുകൾ ഒന്ന് പഠിച്ചു വെക്കാം. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഇപ്പൊ നോട്ട് ചെയ്തവരുണ്ടാവില്ലേ? അല്ലെങ്കിൽ എന്താണ് അത് വീണ്ടും അത് ചെയ്യാനായിട്ട് പറ്റുമോ നിങ്ങൾക്ക്? എങ്ങനെയാ അത് സംഭവം? എനിക്കറിയില്ല ഇതിനെ കുറിച്ച് കൂടുതൽ. മോക്ക് ടെസ്റ്റ് തന്നെ നമുക്ക് ആദ്യം വന്നതല്ലേ. കിടപ്പുണ്ടാവോ നിങ്ങളുടെ? ചെയ്യാൻ പറ്റും. മോക്ക് ടെസ്റ്റ് എത്ര സമയം വേണമെങ്കിലും ചെയ്യാം നമുക്ക്. അത് അതായത് ഇപ്പൊ ഞാനിപ്പോ ചോദിച്ചപ്പോ കിട്ടാത്തവര് കുറച്ചു പേരുണ്ടെങ്കിൽ ആ കിട്ടാത്തവര് എന്ത് ചെയ്യാം, അതൊന്ന് നോക്കാം, പഠിക്കാനായിട്ട് ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ലൈഡ് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തുനിന്നുള്ള പോയിന്റ്സ് ഒക്കെ ചിലതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ചിലത് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ച് ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, പേടിക്കേണ്ട കാര്യമില്ല. ആദ്യം ഇന്ന് ഞാൻ ചോദിച്ചപ്പോ കിട്ടാത്തവർ ആദ്യം മോക്ക് ടെസ്റ്റുകൾ ഒന്ന് വായിച്ചു നോക്കാം. അതൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ് സ്ലൈഡ് വായിച്ചു നോക്കാം. പിന്നെ ഞാൻ എഴുതി തന്നാക്കണ നോട്ട്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്നൊക്കെ ബ്രേസ്ലെറ്റ് ഉണ്ടാവോ? അന്ന് മിസ് പിന്നെ വേണ്ടാന്ന് പറഞ്ഞില്ലേ ബ്രേസ്ലെറ്റ്? അതുണ്ടാവോ? ഏതാണ്? അതൊന്നും വേണ്ട. ട്രയാജ് സംവിധാനം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. പിന്നെ ഇപ്പൊ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടില്ലേ? ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് നോട്ട് ചെയ്ത് വെക്കാം. മറ്റേ നമ്മുടെ എന്താ പറയാ, ICUലാണോ സംഭവം? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിലാണോ? ചെസ്റ്റ് ഡ്രെയിൻ ഒക്കെ വരുന്നതിനകത്താ ന്യൂമോതൊറാക്സ് ഒക്കെ വരുന്നേ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് നന്നായിട്ട് വായിക്കാം. അതില് ഒരുവിധം വലിയ ചാപ്റ്റർ ആണ് അല്ലെ, 8 ചാപ്റ്റേഴ്സിൽ വെച്ച് നോക്കുമ്പോ. പിന്നെ ക്ലാസിഫിക്കേഷനും അതുപോലെ ഹെൽത്ത് കെയർ സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്നതാണ്. അധികം ടഫില്ലാത്ത 2 ചാപ്റ്റേഴ്സ് അല്ലേ അത്? കാരണം ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അതിനകത്ത് അധികം വരുന്നില്ലല്ലോ.
അതുകൊണ്ട് എന്താണ് അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മാത്രം നോക്കിയാൽ മതി. അതൊന്നും അധികം സ്ട്രെസ് കൊടുത്തേണ്ട വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെന്താണ്, ഹോസ്പിറ്റൽ വാർഡ് ആയാലും നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. ഞാനിപ്പോ എത്ര ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ വാർഡിൽ നിന്നാണ് തോന്നുന്നു. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് നന്നായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്നാണ് കൂടുതൽ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്നാണ് വരുന്നത്. കാരണം കോമൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് സാധാരണ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ എക്സാമുകൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഔട്ട് ഓഫ് സിലബസിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, GK അതായത് ജനറൽ നോളജിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിൽ ഇപ്പൊ ചെസ്റ്റ് ഡ്രെയിൻ ആയാലും ന്യൂമോതറാക്സ് ആയാലും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത് ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് സ്ലൈഡിൽ ഉണ്ടാവുക കാര്യങ്ങൾ കൂടുതൽ ഡീപ്പായിട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല. ഞാൻ ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാകും. ആ പോയിന്റ്സുകളൊക്കെ പഠിച്ചു വെക്കുക. ഏത് ചാപ്റ്ററിലെ പഠിച്ചു വെക്കണ്ടേ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് കേൾക്കാത്തവരൊന്നുകൂടി കേൾക്കാം. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ ഞാൻ എന്തൊക്കെ പോയിന്റ്സ് തന്നിട്ടുണ്ടോ ആ പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക. നോട്ടിൽ ഞാൻ സ്ലൈഡ് കൂടാതെ നോട്ട് ചെയ്ത കാര്യങ്ങൾ, നോട്ടിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങള്, ഓക്കെ, അതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണത്. അതായത് നമുക്ക് കൂടുതൽ ക്വാളിറ്റി, അതായത് നിലവാരം കൂട്ടിയിടാൻ പറ്റും ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ. ചിലപ്പോൾ എക്സാമ്പിൾ വെച്ച് ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. ന്യൂമോതൊറാക്സിന്റെ എക്സാമ്പിൾ വെച്ച് ചോദിക്കാം, എങ്ങനെയാണ് വരുന്നതെന്നോ അങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ്, ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെന്റിലേഷൻ എന്ന് പറഞ്ഞ ഒരു മാർഗം ഉണ്ടല്ലോ, നമ്മൾ വെന്റിലേഷൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. വെന്റിലേഷൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയാ, അതായത് ഒരാൾക്ക് ഇന്നൊരു ആക്സിഡന്റ് പറ്റി, അപ്പോ അയാളെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വേളയിൽ അയാൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വരേണ്ട ഘടകം ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, എക്സാമ്പിൾ സഹിതം നോക്കിയിട്ടാണ്. അപ്പൊ ആ വെന്റിലേഷൻ ഉണ്ടാവും അതിനകത്ത്, പിന്നെ വേറെ 2-3 ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും? എങ്ങനെ പഠിക്കേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിലെ സ്ലൈഡ്, അതിനകത്തും കൂടുതൽ സ്ലൈഡിലെ കാര്യങ്ങളാണ് ഉള്ളത്. ഞാൻ ഒന്നും കൂടി നോക്കട്ടെ കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഹെൽത്ത് കെയർ സിസ്റ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ കുഴപ്പമില്ല, ആക്സിഡന്റ് ആൻഡ് എമർജൻസി അതും പ്രശ്നമില്ല. ട്രയാജ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, ട്രയാജ് നോക്കാം. പിന്നെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് മൊത്തം ആയിട്ട് നോക്കാം. പിന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പലതരത്തിലുള്ള ICUകൾ ചോദിച്ചിട്ടുണ്ട്, അത് നോക്കി വെക്കാം. പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ ജസ്റ്റ് സ്ലൈഡ് വായിക്കാം. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ പറയുന്ന ഇതൊഴിച്ചിട്ട് ബാക്കി എല്ലാവരും സ്ലൈഡ് വായിച്ചാൽ മതി. ഡീപ്പിൽ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് പഠിക്കണം, പിന്നെ ട്രയാജ് സംവിധാനം പഠിക്കണം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രയാജ് കൂടാതെ? ഞാൻ മറന്നുപോയി തോന്നണേ. ഏതെങ്കിലും വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായോ ട്രയാജ് കൂടാതെ? കോഡ് ബ്ലൂസ് ഒക്കെ അത് പഠിച്ചു വെക്കാൻ പറഞ്ഞു. കോഡുകൾ പഠിച്ചു വെക്കാം. എന്തൊക്കെ കോഡാണ്? കോഡുകൾ വരുന്നുണ്ട്, കോഡുകൾ വരുന്ന ക്വസ്റ്റ്യൻസ് ആണത്. കോഡുകൾ പഠിച്ചു വെക്കാം കേട്ടോ. റെഡ്, ഓറഞ്ച് അങ്ങനെയുള്ള പല കോഡുകളും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ കോഡുകൾ പഠിച്ച് വെക്കാം. ഓക്കെ, കോഡുകൾ ആർക്കെങ്കിലും നോട്ട് ചെയ്യാത്തവരുണ്ടോ? പറഞ്ഞു തന്നെ ആർക്കെങ്കിലും കോഡുകള്. ഒന്നുകൂടി പറയാം മിസ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോട്ട് എടുക്കട്ടെ കേട്ടോ. കോഡുകൾ അല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടായിരുന്നോ? വേറെന്തെങ്കിലും ഉണ്ടോ? ട്രയേജിന്റെ കോഡ് റെഡ് ഫയർ ആണ് കേട്ടോ. കോഡ് റെഡ് നോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. കോഡ് റെഡ് ഫയർ. കോഡെന്ന് ഒരു ഹെഡിങ് കൊടുത്തിട്ട് എഴുതിയാൽ മതി, റെഡ് ഫയർ. പിന്നെ കോഡ് ഓറഞ്ച് ഡിസാസ്റ്റർ. കോഡ് ഓറഞ്ച് ഡിസാസ്റ്റർ. കോഡ് ഓറഞ്ച് ഡിസാസ്റ്റർ.
കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ് കേട്ടോ. കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ്. കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ്. കോഡ് ബ്ലാക്ക് ബോംബ് ത്രെറ്റ്. കോഡ് ബ്ലാക്ക് ബോംബ് ത്രെറ്റ്. കോഡ് പിങ്ക് പീഡിയാട്രിക്സ്. കോഡ് പിങ്ക് പീഡിയാട്രിക്സ്. കോഡ് ഗ്രീൻ ഇവാക്യുവേഷൻ. കോഡ് ഗ്രീൻ ഇവാക്യുവേഷൻ. കോഡ് ഗ്രീൻ ഇവാക്യുവേഷൻ. നോട്ട് ചെയ്തോ? യെസ് മാം. ഓക്കെ. ഇനി ഏതാ വേണ്ടത്? ലാമയോ ഡാമയോ എന്താ വേണ്ട ഇനി? അതെല്ലാവരുടെ അടുത്തുണ്ടോ? ലാമ ഡാമ സാമ. ഡ്രാമ. ആർക്കെങ്കിലും മിസ് ആയിട്ടുണ്ടോ? നോട്ട് ആർക്കെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കൂ, പറഞ്ഞുതരാം കേട്ടോ. ട്രയേജിന്റെ അതേപോലെ ട്രയേജിന്റെ കളർ ഉണ്ടോ? ട്രയേജ് ഏതാ വേണ്ടേ? ട്രയേജ് എല്ലതും കളർ ഉണ്ടോ അതിന്? ഇല്ലല്ലോ. കളർ റെഡ് യെല്ലോ ഗ്രീൻ ബ്ലാക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ. റെഡ് ഇമ്മീഡിയറ്റ് ആണ് കേട്ടോ. പ്രയോറിറ്റി 1 എന്ന് പറയുന്നത് റെഡ് ഇമ്മീഡിയറ്റ് ആണ്. യെല്ലോ 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 ഞാൻ പറഞ്ഞത് എന്താ? വെയിറ്റ് എന്നാണ് പറഞ്ഞേ, അല്ലല്ലേ? യെല്ലോ ഒബ്സർവേഷൻ. ഗ്രീൻ ആണ് യെല്ലോ ഒബ്സർവേഷൻ. ബ്ലാക്ക് എക്സ്പാൻഡ് ഹെഡേക്ക് വോണ്ടഡ്. എന്താ? ബ്ലാക്ക് മൈൽഡ് ഹെഡേക്ക് ഇഞ്ചുറീസ് എക്സ്പെക്ടന്റ് ഡിക്രീസ് ഓർ മോർട്ടലി വൂണ്ടഡ്. ശരിയാണ്. മോർട്ടലി വൂണ്ടഡ്. ബ്ലാക്ക് മൈൽഡ് ഹെഡേക്ക്. ക്ലിയർ ആയിട്ട് പറയാമോ? അത് ക്ലിയർ ആയിട്ട് പറയണോ അല്ലെ? റെഡ് ഇമ്മീഡിയറ്റ് ആണ്. റെഡ് ഇമ്മീഡിയറ്റ് കെയർ ആണ് കേട്ടോ. റെഡ്. യെല്ലോ ഒബ്സർവേഷൻ ആണ്. യെല്ലോ ഒബ്സർവേഷൻ. ഗ്രീൻ വെയിറ്റ്. ഗ്രീൻ വെയിറ്റ്. ബ്ലാക്ക് എക്സ്പെക്ടന്റ്. EXPECTANT. ഡിക്രീസ്ഡ് ഓർ മോർട്ടലി വൂണ്ടഡ്. അതാണ് ബ്ലാക്ക്. എക്സ്പെക്ടന്റ്, ഡിക്രീസ്ഡ് ഓർ മോർട്ടലി വൂണ്ടഡ്. WOUNDED. അതില് വരുന്നതാണോ മൈൽഡ് ഹെഡേക്ക് ഒക്കെ? അതെ. അതിനകത്ത് വരുന്നതാണ്. കാറ്റഗറി എന്താ പ്രയോറിറ്റി പഠിച്ചു വെക്കുക. അതുപോലെ ഏത് കളറാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഈ സംഭവം ഓർത്ത് വെക്കുക കേട്ടോ. രോഗങ്ങൾ അങ്ങനെ പഠിക്കണമെന്നില്ല. മൈൽഡ് ഹെഡേക്കും കാര്യങ്ങളും അതൊന്നും നോക്കണം എന്നില്ല കേട്ടോ. ഇതൊക്കെ വളരെ പ്രയോറിറ്റി ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങൾക്ക്? പ്രയോറിറ്റി ഏത് നോട്ടിലാണോ എഴുതിയേക്കുന്നത് നോക്കട്ടെ കേട്ടോ. ഞാൻ പ്രയോറിറ്റി 1 റെഡ് കാറ്റഗറി. അത് നോട്ട് ചെയ്തിട്ടില്ലേ? റെഡ് ഇല്ല. ഉണ്ട്. പ്രയോറിറ്റി 1 റെഡ് കാറ്റഗറി. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ. പ്രയോറിറ്റി 2 യെല്ലോ അല്ലേ? യെല്ലോ. അതെ. പ്രയോറിറ്റി 1 റെഡ് ഇമ്മീഡിയറ്റ് കെയർ വിത്ത് 0 മിനിറ്റ്. 3 ഗ്രീൻ. തേർഡ് പ്രയോറിറ്റി ഫോർത്ത് ബ്ലാക്ക്. ഫോർത്ത് ബ്ലാക്ക് ആണ് കേട്ടോ. വേറൊരു നോട്ടിലാണ് അത് എഴുതിയേക്കുന്നത്. അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട് റെഡ് ഇമ്മീഡിയറ്റ് കെയർ വിത്ത് 0 മിനിറ്റ് ആണ്. 0 മിനിറ്റ്. വിത്ത് 0 മിനിറ്റ്. യെല്ലോ വിത്തിൻ 1 മിനിറ്റ് വെരി അർജന്റ്. വെരി അർജന്റ്. ഗ്രീൻ വിത്തിൻ 30 മിനിറ്റ് നോൺ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ. ഓക്കെ. കുട്ടി പറയുന്നുണ്ട്. ലെസ് അർജന്റ് വിത്ത് 1 hour. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? ഇത്രയും കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ. ട്രയേജ്, കോഡുകള്, പിന്നെ വേറെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സാമ ഡാമ അതൊക്കെ അറിയാലോ നിങ്ങക്ക്. സാമ ഡാമ അതൊക്കെ ഈസിയാണ്.
അതുപോലെ തന്നെ എന്താ പറയാ, ഇല്ല, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ എല്ലാരും നന്നായിട്ടിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അടിച്ചു പൊളിക്കുക, അത് കഴിഞ്ഞിട്ട് മതി. ആ ഹാപ്പി ക്രിസ്മസ്, ആരാ പറഞ്ഞത് ഹാപ്പി ക്രിസ്മസ്? അതെന്റെ മോളാ. അതെ, കുട്ടി പറഞ്ഞല്ലോ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അപ്പൊ ഇനി എല്ലാരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുക, അതുപോലെ ഇരുന്ന് പഠിക്കാനും ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ ക്ലാസ് ഉണ്ടാവുക എന്നാണ് ഇനി അടുത്ത ക്രിസ്മസ്? അത് ഇവിടെ നിന്ന് നിങ്ങളെ അറിയിക്കും കേട്ടോ, ഇവിടെ നിന്ന് അറിയിച്ചോളൂ കേട്ടോ. ക്ലാസ് കഴിഞ്ഞു. നാളെ ഇനി ക്ലാസ് ഇല്ല അല്ലേ? അത് അറിയില്ല, നിങ്ങൾ എന്തായാലും അറിയിക്കും കേട്ടോ, അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് അറിയിച്ചോളൂ കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് തയ്യാറാക്കി എളുപ്പമുള്ളൊക്കെ ഇട്. അതെ, വളഞ്ഞില്ലേ? ഞങ്ങൾക്കൊക്കെ പനി പിടിച്ചു പരീക്ഷ എഴുതാൻ. അതൊക്കെ മാറിക്കോളും. ഹോസ്പിറ്റലൊക്കെ പോയില്ലേ? ആ, ഹോസ്പിറ്റലിൽ പോയി. പനി സൂക്ഷിക്കണം ഇപ്പോഴത്തെ. ആ, ഹോസ്പിറ്റലൊക്കെ പോയി മരുന്നൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും ടെൻഷൻ ഒന്നും അടിക്കരുത് കേട്ടോ. എക്സാമിന്റെ സമയത്ത് ടെൻഷൻ പാടില്ല. ഓക്കെ, അപ്പൊ എല്ലാരും ക്രിസ്മസ് ഒക്കെ അടിച്ചു വിളിച്ചിട്ട് വാ. ഓക്കെ, ബൈ. Bye. Thank you.